കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്ക് എൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. പല സ്ത്രീകളും വിളിച്ചു ചോദിക്കാറുണ്ട്, എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, എൻ്റെ കുടുംബം നന്നായിട്ട് പോറ്റുന്നുണ്ട്, പക്ഷേ അല്ലെങ്കിൽ വിദേശത്താണ്, അല്ലെങ്കിൽ പട്ടാളത്തിലാണ്, അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് അന്യ സംസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ചില സമയം എന്നെ വിളിക്കാറില്ല, എന്നോട് സംസാരിക്കാറില്ല. ഇന്നലെ ഒരു സ്ത്രീ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 7 മാസത്തോളമായി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറയാൻ അന്നേരം തന്നെ വെക്കും. അതിനാണ് നമ്മൾ പതിവശ്യം ഭർത്താവിന് അകൽച്ച ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ഭർത്താവിന് അകൽച്ച ഉണ്ടാകുന്ന സമയത്ത് ഉമാമഹേശ്വരന്മാരെ പ്രസാദിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഉമാമഹേശ്വര മന്ത്രങ്ങൾ ജപിക്കുക, ഓം നമഃശിവായം ജപിക്കുക, അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ പൂജ ചെയ്യുക. ലക്ഷ്മിയും നാരായണനും ദമ്പതികൾ ഉത്തമമായിട്ടിരുന്നെങ്കിൽ മാത്രമേ അവരുടെ സന്താനങ്ങൾക്കും ഗുണമുണ്ടാവുള്ളൂ എന്നാണ് ആചാര്യമതം. കാര്യം വെച്ചാൽ അവർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും അവർ തമ്മിൽ സ്വരച്ചേർച്ച ആവശ്യമുണ്ടെങ്കിൽ അവരുടെ സന്താനങ്ങളിലും അതുപോലുള്ള കുടുംബജീവിതവും മറ്റു കാര്യങ്ങളും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആ സമയങ്ങളിൽ പതിവശ്യം, ഭർത്തൃവശ്യം എന്ന് പറഞ്ഞ യന്ത്രമുണ്ട്. പതി എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ വശീകരിക്കുക എന്ന് വെച്ചാൽ സ്നേഹത്തിലാക്കുക. അവരുടെ ഇംഗിതങ്ങളും സ്നേഹങ്ങളും മറ്റു കാര്യങ്ങളും ദാമ്പത്യ ബന്ധങ്ങളും സാമ്പത്തിക രീതിയും മറ്റു കാര്യങ്ങളും ഒക്കെ സുരക്ഷിതമാകാനും അവരുമായിട്ട് ഒട്ടിച്ചേർന്ന് അല്ലെങ്കിൽ ഒന്നിച്ച് ഒരുപോലെ നല്ലൊരു കുടുംബജീവിതം നയിക്കാനും ഭർത്തൃവശ്യകര യന്ത്രം അല്ലെ പതിവശ്യ യന്ത്രം ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ പതിവശ്യ മന്ത്രമുണ്ട്. പതിവശ്യ മന്ത്രം ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു സന്ധ്യാസമയത്ത് ഒരു നിലവിളക്ക് കൊളുത്തി ഒരു 10-15 മിനിറ്റെങ്കിലും പതിവശ്യ മന്ത്രം ചൊല്ലുവാണെങ്കിൽ, നമ്മളിൽ നിന്ന് ഭർത്താവ് അകന്നകന്ന് പോവുകയാണെങ്കിൽ ആ ഭർത്തൃവശ്യം നമുക്കുണ്ടാവും. എപ്പോഴും നമ്മളെ ഒന്ന് വിളിക്കണം, നമ്മളെ ഒന്ന് കാണണം, അവരുടെ മനസ്സിൽ നിന്ന് അല്ലെ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. പഴയ കാലത്ത് പോലും നമ്മുടെ രാമായണത്തിലൊക്കെ പറഞ്ഞ സീത പോലും പതിവശ്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ്. ശ്രീരാമൻ പോലും പാശുപതാസ്ത്രം ഉപയോഗിച്ച ആളാണ്. പാശുപത മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു അവസ്ഥാന്തരമാണ് ഈ പതിവശ്യം, ഉമാമഹേശ്വര അർച്ചന, ഉമാമഹേശ്വര പൂജ. ഉമാമഹേശ്വരന്മാർക്ക് പാലുകൊണ്ട്, അതുപോലെ തന്നെ നല്ല പശുവിൻ പാലുകൊണ്ട് അഭിഷേകം ചെയ്ത് തിങ്കളാഴ്ച ദിവസം അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനായിട്ടും സ്നേഹം അവിടെ ഉണ്ടാകാനും ഒത്തൊരുമയുണ്ടാകാനായിട്ടും അവരുടെ സന്താനങ്ങളെ സ്നേഹിക്കാനും ഉമാമഹേശ്വരന്മാരെ പ്രസാദിപ്പിക്കുന്നു. ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം തിങ്കളാഴ്ച നടത്തുന്നതും കൂവളയില കൊണ്ടുള്ള 3 പിണിയോട് കൂടിയ കൂവളയില കൊണ്ട് വില്ലുവസ്ത്ര അർച്ചന ചെയ്യിപ്പിക്കുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും ജലധാര നടത്തുന്നതും ഇതൊക്കെ ഭർത്താവിനെ സങ്കല്പിച്ച് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ ഭർത്തൃവശ്യ യന്ത്രങ്ങൾ ധരിക്കുന്നതും ഭർത്തൃവശ്യ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഞാനിത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.